മനസ്സിൽ നന്ദന് പണ്ട് മുതലേ ഒരു സ്ഥാനമുണ്ട്. ആ സ്നേഹത്തിന്റെ വരി പളന്നെടുക്കാൻ ആരും ശ്രമിക്കണ്ട. കെവിൻ ഇസബലയൊക്കെ അവരെങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തോ പുകയുന്നുണ്ടല്ലോ അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ മനസ്സിലായി. ഹലോ, അങ്ങനെ ഒടുവിൽ നമ്മുടെ ഇസബല്ലയുടെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം നന്ദുവിനോട് പറയുന്ന നിമിഷമാണ് നമ്മുടെ സുഗമോ ദേവിയിൽ വരുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഇസബല്ല നന്ദുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് പണ്ട് മുതലേ നന്ദുവിനോട് ഒരു ഇഷ്ടമുണ്ട്, ആ ഒരു ഇഷ്ടത്തിന്റെ അളവ് അളക്കാൻ നോക്കണ്ട നന്ദ എന്നും പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നന്ദൻ അയ്യോ എന്ത് ചെയ്യും എന്നറിയാതെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്ത് നമ്മുടെ ശാരി വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ദേവികയുടെ കാറുണ്ടാവും. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് വരുക, ചേച്ചി ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ വരുമ്പോഴാണെങ്കിൽ മൊത്തത്തിൽ സീനായിട്ടിരിക്കും അല്ലേ. അപ്പൊ അമ്മ പറയുന്നുണ്ട്, ആൾക്ക് മറ്റുള്ളവരുടെ ഉള്ളിൽ വേറെ ആരെങ്കിലും ഒക്കെ കയറിയാൽ പിന്നെ അമ്മ ആര് ചേച്ചി ആരെന്നൊന്നും അവർക്ക് കണ്ണ് കാണാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊള്ളിച്ച് വർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശാരി പറയുന്നുണ്ട്, ഇവിടെ കിടന്ന് എന്തോ പുകയുന്നുണ്ടല്ലോ, എന്താ ചേച്ചി എന്ന് പറഞ്ഞ് ദേവികയുടെ അടുത്ത് കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ഒരു രംഗങ്ങളും നമ്മുടെ ശാരിക ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചത്. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.